കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് വിവാദമായ PM-ശ്രീ പദ്ധതിയുമായി സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറുടെ റിപ്പോർട്ട് വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീന് കൈമാറി. വിഷയത്തിൽ വിദഗ്ധരുമായി ചർച്ച ചെയ്ത ശേഷം തീരുമാനമെടുക്കും എന്ന് മന്ത്രി N. ഷംസുദ്ദീൻ ആ വിഷയത്തിൽ പ്രതികരിച്ചു. വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീന് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറുടെ പരാമർശം. PM-ശ്രീയിൽ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച നിബന്ധനകൾ മറികടക്കാം. സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ നയം മാറ്റേണ്ടി വരില്ല. SSCRT പാഠപുസ്തകങ്ങൾ പഠിപ്പിച്ചാൽ മതിയാകുമെന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ റിപ്പോർട്ടിൽ പറയുന്നു. കൂടാതെ SSK ഫണ്ട് സംസ്ഥാനത്തിന് അനിവാര്യമാണെന്നും പദ്ധതിയുമായി മുന്നോട്ട് പോയില്ലെങ്കിൽ ഫണ്ട് ലഭ്യമാവില്ലെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. എന്നാൽ PM-ശ്രീ വിഷയത്തിൽ പെട്ടെന്ന് തീരുമാനമെടുക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി പക്ഷേ ധാരണാപത്രത്തിൽ നിന്നുള്ള പിന്മാറ്റത്തെക്കുറിച്ച് നിലപാട് വ്യക്തമാക്കിയില്ല. കഴിഞ്ഞ ഗവൺമെന്റ് PM-ശ്രീ കേന്ദ്ര ഗവൺമെന്റുമായി MOU ഒപ്പിട്ടിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആ ഒപ്പിട്ട സാഹചര്യത്തിൽ ഒപ്പിട്ടു, അതിനനുസൃതമായി ചില ഫണ്ടുകൾ റിലീസ് ചെയ്തു. പിന്നെ ഇവിടെ ഉണ്ടായ ചില രാഷ്ട്രീയ വിവാദങ്ങളെ തുടർന്ന് അവർക്കിടയിലുണ്ടായ പ്രശ്നങ്ങൾ കാരണമൊക്കെ അവരത് തൽക്കാലം നിർത്തിവെക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അതിൻ്റെ വിവിധ വശങ്ങളാണ് റിപ്പോർട്ടിൽ പറയാം. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് മുന്നണിയെയും മന്ത്രിസഭയെയും അറിയിക്കാതെ വിദ്യാഭ്യാസ വകുപ്പ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച PM-ശ്രീ പദ്ധതിയിൽ പുതിയ UDF സർക്കാരിന്റെ നിലപാട് എന്തെന്നത് ശ്രദ്ധേയമാണ്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.